എല്ലാവർക്കും സ്വാഗതം. സൈക്കോളജിയിലെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എക്സാമിന് സാധാരണ രീതിയിൽ ചോദിക്കുന്ന ഒന്നാണ് മോട്ടിവേഷൻ, അതായത് അഭിപ്രേരണ എന്നുള്ളത്. നമ്മളൊക്കെ കേട്ടിട്ടുള്ളതും നമുക്കൊക്കെ അറിയാവുന്നതുമായ ഒന്നാണ് മോട്ടിവേഷൻ. എന്താണ് മോട്ടിവേഷൻ? നമ്മളൊരു കാര്യം ചെയ്യാൻ വേണ്ടി അല്ലെ ഒരു ഗോളിലേക്ക് എത്താൻ വേണ്ടി നമ്മൾ എന്തൊക്കെ ഫാക്ടേഴ്സാണ്, അതായത് ഘടകങ്ങളാണോ സഹായിക്കുന്നത്, അതിനെയാണ് നമ്മൾ മോട്ടിവേഷൻ എന്ന് പറയുന്നത്. മോട്ടിവേഷൻ എന്ന വേർഡ് ഡിറൈവ് ചെയ്തിരിക്കുന്നത് മോട്ടം എന്ന ലാറ്റിൻ വേർഡിൽ നിന്നാണ്. അതിൻ്റെ മീനിങ് മോഷൻ എന്നാണ്. മോട്ടിവേഷനെ പ്രധാനമായിട്ടും രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്: ഇൻട്രിൻസിക് മോട്ടിവേഷൻ എന്നും എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ എന്നും. എന്നാൽ ആദ്യം ഇൻട്രിൻസിക് മോട്ടിവേഷൻ എന്താണെന്ന് പറയാം. ആ പേരിൽ തന്നെയുണ്ട് ഇൻസൈഡ് എന്ന് പറഞ്ഞാൽ ഉള്ളിലുള്ള, അതായത് ആന്തരിക അഭിപ്രേരണത്തെയാണ് ഇൻട്രിൻസിക് മോട്ടിവേഷൻ എന്ന് പറയുന്നത്. അതായത് ഒരു ഗോളിലേക്ക് എത്താൻ വേണ്ടി നമ്മെ സഹായിക്കുന്ന ഫാക്ടേഴ്സ്, ഘടകങ്ങൾ എന്താണോ അതിനെയാണ് മോട്ടിവേഷൻ എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. അപ്പോൾ അതിന് സഹായിക്കുന്ന ഫാക്ടേഴ്സ് നമ്മുടെ ഉള്ളിൽ നിന്നുള്ളതാണെങ്കിൽ അതിനെയാണ് ഇൻട്രിൻസിക് മോട്ടിവേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ എന്തായിരിക്കും? എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാഹ്യാഭിപ്രേരണം. ഒരു ലക്ഷ്യം നേടിയെടുക്കാൻ വേണ്ടി പുറമേ നിന്ന് നമ്മളെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സുകൾ എന്തൊക്കെയാണോ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്ന എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഉദാഹരണമായിട്ട് പറഞ്ഞാൽ, ഈ ക്ലാസ് കണ്ടു കഴിയുമ്പോഴത്തേക്കും ജസ്റ്റ് ഒരു കമൻറ്റ് എല്ലാവരും ഇടാൻ വേണ്ടി ഞാൻ പറയുകയാണ്. അതും എന്താണ്? അതും ഒരു എക്സ്ട്രിൻസിക് മോട്ടിവേഷനാണ്. ആ കമൻറ്റ്സ് കാണുമ്പോൾ ഇനിയും ഇതേപോലുള്ള വീഡിയോസുകൾ ചെയ്യാനായിട്ട് എനിക്ക് തോന്നും. അതേപോലെ തന്നെ നമ്മളിപ്പോൾ ഒരു വർക്ക് ചെയ്തു, അതിന് നമുക്കൊരു അവാർഡ് കിട്ടുകയാണ്. അതും ഒരു എക്സ്ട്രിൻസിക് മോട്ടിവേഷനാണ്. അപ്പോൾ ഇനിയും ചെയ്യുന്ന വർക്കുകൾ ഇതിലും ബെറ്ററായിട്ടും ഭംഗിയായിട്ടും ചെയ്യാനായിട്ട് ആ അവാർഡ് നമ്മളെ ഹെൽപ്പ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ എന്താണ് എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ? പുറമേ നിന്നുള്ള ഫാക്ടേഴ്സിൻ്റെ സ്വാധീനത്തിൽ നമുക്കൊരു ഗോൾ നേടിയെടുക്കാൻ പറ്റുമെങ്കിൽ അതിനെയാണ് എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇന്നത്തൊക്കെയാണ് പഠിച്ചത്. മോട്ടിവേഷൻ എന്താണെന്ന് പഠിച്ചു. എന്താ മോട്ടിവേഷൻ? ഒരു കാര്യം ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ഒരു ഗോളിലേക്ക് എത്താൻ വേണ്ടി നമ്മളെ സഹായിക്കുന്ന ഫാക്ടേഴ്സിനെയാണ് മോട്ടിവേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ പുറമേ നിന്നുള്ള ഒന്നിൻ്റെ സ്വാധീനമില്ലാതെ നമ്മുടെ ഉള്ളിൽ നിന്നുള്ള ഫാക്ടേഴ്സിൻ്റെ ഹെൽപ്പിൽ നമുക്കൊരു ഗോൾ അച്ചീവ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അതിനെ ഇൻട്രിൻസിക് എന്നും, പുറമേ നിന്നുള്ള ഒരു ഫാക്ടേഴ്സാണ് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതെങ്കിൽ അതിനെ എക്സ്ട്രിൻസിക് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും ക്ലിയർ ആയോ? താങ്ക് യു ഫോർ വാച്ചിങ്.